നീക്കങ്ങളാണ് നടക്കുന്നത്. ഇപ്പോൾ ഈ അർജുന്റെ വസതിയിൽ കുടുംബാംഗങ്ങളുമായി MK രാഘവൻ MP കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ്. അങ്ങനെ അവർ വന്നു, 2-3 ദിവസം ക്യാമ്പ് ചെയ്തു. അങ്ങനെ 4 പോയിന്റ് ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോൾ ആ ഐഡൻറ്റിഫൈ ചെയ്ത സ്ഥലത്താണ് ഇന്ന് രാവിലെ നേവി ഇറങ്ങാൻ നോക്കി. പക്ഷേ ഈ നേവിക്ക് ഡൈവേഴ്സിന് ഒരു നിശ്ചയ പരിധിയാണ്. കാരണം 2.5 വരെ പോകാൻ പറ്റും, നോട്ട്സ് ഇറങ്ങാൻ പറ്റും. അവിടെ 6 to 8 നോട്ട്സ് അവിടെയുള്ളത്. അടിയൊഴുക്ക് അത്ര ശക്തമാണ്, ഈ അണ്ടർ കറൻസ് അത്ര ശക്തമാണ്. അവർക്ക് പോകാൻ പറ്റില്ല. അവരെ സേഫ്റ്റിയുടെ പ്രശ്നം കൂടി ഉണ്ട്. അതിനാണ് ഈ പോൺടൂൺ കൊണ്ടുവരുന്നത്, ഈ വെസൽസ്. അപ്പോൾ അതിപ്പം ഗോവയിൽ നിന്ന് ഇന്ന് അത് എത്തിക്കഴിയും. ഇന്നലെ ഒന്ന് കൊണ്ടുവന്നു അല്ലേ, കയറ്റാൻ കഴിയുന്നില്ല അങ്ങോട്ട്. ഇന്ന് ഏതായാലും അതിൻ്റെ ശ്രമം നടത്തി വരാം. ലോക്കൽ MLA കൃഷ്ണ സീല അവിടെയുണ്ട്. അദ്ദേഹം അസംബ്ലിയിൽ പോലും പോകാതെ അവിടെ നിന്ന് ചെയ്യാണ്. അപ്പോൾ ആർമി അവിടെയുണ്ട്, നേവി അവിടെയുണ്ട്, NDRF ഉണ്ട്, SDRF ഉണ്ട്. ഇന്നിപ്പോൾ ഉടുപ്പിയിലെ മത്സ്യത്തൊഴിലാളികൾ ഈശ്വർ മൽപ്പ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പിലാണ് കുറേ മത്സ്യത്തൊഴിലാളികൾ. അവർ എത്ര ആഴത്തിലും പോകുന്നവരാണെന്ന് പറഞ്ഞു. അവർ സ്പോട്ടിൽ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഈ പുഴയിൽ നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്ത സ്പോട്ടിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെയ്യാൻ കഴിയാവുന്ന എല്ലാം തന്നെ അവിടുത്തെ ഗവൺമെൻറ് ജില്ലാ ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്നും നാളെയും കൊണ്ട് എനിക്ക് തോന്നുന്നു ഈ പോൺടൂൺ വിടുന്നതോടുകൂടി ഈ ലോറിയെ അവിടെ ക്യാബിനാണല്ലോ നോക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ അർജുനെ തേടിയിട്ടാണല്ലോ പോകുന്നത് രക്ഷാദൗത്യം. അർജുനെ കണ്ടെത്തുക ലക്ഷ്യമാണ്. പിന്നെ 2 കർണാടകക്കാരുമുണ്ട്. ഈ 3 പേരെ കണ്ടെത്തുക ലക്ഷ്യം. ഒന്ന് അർജുനാണ്, ലോറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പോൾ അതിൻ്റെ ശ്രമം ഇപ്പോൾ നടന്നു വരികയാണ്. അവിടെ കാണുന്നതാണ് വിശ്വാസം. അതിൻ്റെ ശ്രമമാണ് നടത്തി വരുന്നത്. എല്ലാ ശ്രമവും നടത്തുകയാണ്. എന്തൊക്കെയാണ് ആവശ്യങ്ങൾ അതൊക്കെ അവർ ചെയ്യാൻ തയ്യാറാണ് കർണാടക ഗവൺമെൻറ്. ഇപ്പോൾ ഇത്രയും ദിവസമായി നേവി അവിടെയുണ്ട്, അതുപോലെ ആർമി അവിടെയുണ്ട്. കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി സ്റ്റേറ്റ് ഭരണകൂടം അവർ കത്ത് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും അവിടെ ചെയ്യാൻ പറ്റാവുന്നെല്ലാം ചെയ്യുന്നില്ല. പക്ഷേ ഒരു തടസ്സം ഇന്നലെ കാലാവസ്ഥ വരെയായിരുന്നു. കാലാവസ്ഥ പ്രതികൂലമായിരുന്നു. അതുപോലെ തന്നെ ഈ അടിയൊഴുക്ക് പ്രതികൂലമാണ്. ഇതാണ് ഇന്നിപ്പോൾ കാലാവസ്ഥ അല്പം മെച്ചപ്പെട്ടു. അടിയൊഴുക്ക് ശക്തമാണ്. എന്നാലേ ഈ ഡൈവേഴ്സിന് ഇറങ്ങാൻ പറ്റും. ഈ നേവിയുടെ അല്ലേ, അതിനാണ് ഈ പോൺടൂൺ വരുന്നത്. അതും അതാണ്. പോൺടൂൺ വന്ന് അവർ ഇരുമ്പ് റോഡ് വെച്ച് ആളുകളെ താഴെ ഇറക്കാൻ പറ്റുന്നതാണ് ഇപ്പം ആലോചിച്ചിട്ടുള്ളത്. അതിനാണ് ഈ പറയുന്ന വെസൽ മാതൃകയിൽ അവിടെ ഒരു ബെഡ് പോലെ ആക്കിയാൽ അത് വെച്ചുകൊണ്ട് അവർക്ക് താഴെ ഇറങ്ങാൻ പറ്റുന്നതാണ് അവരുടെ ഇപ്പോഴത്തെ ഒരു വിലയിരുത്തൽ. ഈ മത്സ്യത്തൊഴിലാളികൾ സൈന്യത്തിൻ്റെ കൂടെ നേവിയുടെ കൂടെ അവരിപ്പം എത്രയോ അടി താഴെ വരെ പോകുന്നവരാണെന്ന് അവർ പറഞ്ഞു. അപ്പോൾ അവരത് ലക്ഷ്യം ഇപ്പം നടത്തി വരികയാണ്. ഉടുപ്പിൽ നിന്ന് അത് ഞങ്ങൾ ഇന്നലെ ഞങ്ങളെ മീറ്റിംഗ് സംസാരിച്ചു. ഇന്ന് രാവിലെ കളക്ടറെ വിളിച്ചു. ഈ തെർമൽ സ്കാനിങ് നടന്നിരുന്നു ഇന്നലെ മിനിഞ്ഞാന്നെല്ലാം രാത്രിയിലായിട്ട്. ആ തെർമൽ സ്കാനിങ്ങിൽ ഇത് കാണുന്നില്ല, ഈ മനുഷ്യ സാന്നിധ്യം കാണുന്നില്ല. അതൊരു അന്തിമമല്ല, അതും പറഞ്ഞേക്കാം, അന്തിമല്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ അപകട സ്ഥലത്ത് നേരിട്ടെത്തുകയും അതോടൊപ്പം തന്നെ ഉന്നതതല യോഗത്തിൽ ഒക്കെ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അതോടൊപ്പം കുടുംബവുമായി ആശയവിനിമയം അടക്കം നടത്തുന്നുണ്ട് അദ്ദേഹം. ഈ വാർത്തയിലേക്ക് വരാം. അതോടൊപ്പം തന്നെ ഷിരൂരിൽ